വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. ഇതിനായി 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ലപോലെ ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലപോലെ 5-6 തവണ കഴുകി വെള്ളം വാർത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി നല്ലപോലെ ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ചുവന്നുള്ളി അരിഞ്ഞത്, എരിവുള്ള 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ തിരുമ്മി മാറ്റിവെക്കാം. അരമണിക്കൂറെങ്കിലും നമ്മളിത് നല്ലപോലെ തിരുമ്മി മാറ്റിവെക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് ഇതിലേക്കായി സവാള കനം കുറച്ചരിയാം. ഞാനിവിടെ 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് 6 എണ്ണം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ച് മാറ്റി വെക്കണം. പിന്നീട് നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിനായി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്ത് നല്ലപോലെ ആ സവാള ഒന്ന് വറുത്തെടുക്കണം. സവാള നല്ലപോലെ വറുത്ത് റെഡിയായിട്ടുണ്ട്. ഇതിന്റെ നേർപകുതി നമുക്ക് കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ള സവാളയിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 നീളത്തിലുള്ള എരിവില്ലാത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഒരു നുള്ള് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നല്ലപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി നമ്മൾ മുൻപ് തിരുമ്മിയപ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യം നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നീട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 നുള്ള് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായി ഇട്ടുകൊടുക്കാം. ആ മസാലയുടെ ആ ഒരു കൂട്ട് എല്ലായിടത്തും എത്തിച്ചേരണം. അതിനുവേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കാം. പിന്നീട് ഇതിലേക്ക് ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ മല്ലിയില ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആഫ്രിക്കൻ മല്ലിയിലയാണ് ഉള്ളത്. വീട്ടിൽ ധാരാളമായിട്ട് നിൽപ്പുണ്ട്, അപ്പോൾ അതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. ചിക്കനിലെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളം മതി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല നമ്മൾ വേറെ പൊടിച്ചെടുത്തതാണ്. കറുവാപ്പട്ടയും കരയാമ്പൂവും കുരുമുളകും പെരിഞ്ചീരകവും കൂടി വേറെ ഞാൻ കുറച്ച് പൊടിച്ചിരുന്നു. ആ ഒരു കൂട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിക്സഡ് ജാറിലിട്ട് കറി വെക്കുമ്പോൾ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഈ കറിക്ക് കിട്ടും. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുൻപ് സവാള വറുത്ത് കോരി മാറ്റി വെച്ചിരുന്നു, അത് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ 1 നുള്ള് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. ഇതെല്ലാം കൂടി അതിലേക്കൊന്ന് പിടിക്കുന്നതിനായിട്ട്
ശേഷം നമുക്ക് തുറന്ന് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് വെച്ച് നോക്കി അഭിപ്രായം ഒന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കി അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.